ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പതുക്കെ എം പി വി വണ്ടികൾ അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് വണ്ടികൾ ഇങ്ങനെ ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എർട്ടിഗയുടെയൊക്കെ മിക്ക മാസത്തെ മന്ത്ലി സെയിൽസ് 10,000-ന് മുകളിലാണ് വരുന്നത്. അത് സംഭവം ശരിയാണ്, കൂടുതലും ടാക്സി പർപ്പസ് ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ് എടുക്കാറ്. പക്ഷേ എന്നാലും നോർമൽ കസ്റ്റമേഴ്സ് എടുക്കുന്നവരുണ്ട്, അതുപോലെ XL6 എടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇന്നോവ കുറേ കാലങ്ങളായിട്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആ ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് പോയിന്റിൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഹൈക്രോസ് വന്നപ്പോഴും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇന്നോവയും അതായത് നമ്മൾ ഹൈക്രോസും ക്രിസ്റ്റൻ രണ്ടും കൂടി ഇപ്പോൾ കമ്പൈൻ ചെയ്ത് നോക്കിയാലും 8,000 6,000 അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് അവർ സെയിൽ ചെയ്യുന്നുണ്ട്. സോ എം പി വി സെഗ്മെൻറ്റ് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ക്ലിക്കായി വരുന്ന സമയത്ത് സുസുക്കി വീണ്ടും അവരുടെ സോളിയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എം പി വി ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള പ്ലാനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വണ്ടി ഇപ്പോൾ നിലവിൽ അധികം കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്ത നമ്മുടെ സബ്ഫോമീറ്റർ എം പി വി കാറ്റഗറിയിലേക്കാണ് വരാൻ പോകുന്നത്. അതായത് ആകെപ്പാട് ഡ്രൈവർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അടുത്ത വർഷം സ്റ്റാർട്ടിംഗ് ഒക്കെ ആകുമ്പോഴേക്കും നിസാൻ്റെ ഗ്രാവൈറ്റും കൂടെ വരും. പക്ഷേ അതും എസെൻഷ്യലി ഡ്രൈവർ തന്നെയാണ്. സോ ബേസിക്കലി സുസുക്കിക്ക് നല്ലൊരു അപ്പർ ഹാൻഡ് വരുന്ന സെഗ്മെൻ്റ് ആണ്. ആൻഡ് സോളിയോ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന വണ്ടി സോളിയോ ബാൻഡിറ്റ് എല്ലാം ഏകദേശം ഒരുപോലെയാണ്. ഇത് അവർ ജപ്പാനിലും പിന്നെ ചൈന, ഹോങ്കോങ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രമാണ് വിൽക്കുന്നത്. സോ അധികം വൈഡ് സ്പ്രെഡായിട്ട് വിൽക്കുന്ന ഒരു വണ്ടിയല്ല. പക്ഷേ എന്നാലും ഇതിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഈ വണ്ടി 3.8 മീറ്റേഴ്സ് ആണ് ലെങ്ത് വരുന്നത്. ആൻഡ് വിഡ്ത്ത് ആണെങ്കിലും 1.65 മീറ്റേഴ്സിന് അടുത്തുള്ളൂ. ഹൈറ്റ് 1.7 മീറ്റേഴ്സിനുണ്ട്. അതുപോലെ വീൽ ബേസ് 1.6 മീറ്റേഴ്സ് 1.7 മീറ്റേഴ്സ് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഡയമെൻഷൻസ് വൈസ് അത്യാവശ്യം നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇന്ത്യക്ക് വേണ്ടി മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും കറക്റ്റ് സബ്ഫോമീറ്റർ ആക്കിയിട്ട് അവർ നിർത്തുള്ളൂ. കാരണം 3.8 മീറ്റേഴ്സ് വെച്ചിട്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല. ഇച്ചിരി കൂടെ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് തന്നെ ക്യാബിൻ സ്പേസും കാര്യങ്ങളെല്ലാം കൂട്ടാൻ പറ്റും. ഓൾറെഡി ഈ വണ്ടി പുറത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതിൻ്റെ ക്യാബിൻ സ്പേസിന് വേണ്ടിയാണ്. ഫീച്ചേഴ്സൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇല്ല. പക്ഷേ ഇന്ത്യക്ക് വേണ്ടി ഇറക്കുമ്പോഴേക്കും ഒബ്വിയസ്ലി ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. കാരണം ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ കുറച്ച് വാല്യൂ കോൺഷ്യസ് ആണ്. കാരണം ആ ഒരു കൊടുക്കുന്ന പ്രൈസിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് എന്തായാലും കിട്ടണം. പിന്നെ ഡ്രൈവറിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ല. ടച്ച് സ്ക്രീൻ, 4 പവർ വിൻഡോ, LED ഹെഡ് ലാമ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വരുന്നത്. അതിൻ്റെ പുറമെ ഇതിനകത്ത് അവർക്ക് ഓട്ടോ AC പിന്നെ 360 ഡിഗ്രി ഇപ്പോൾ അവർ കൊടുക്കുന്ന ക്യാമറ അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കിടിലൻ ഫീച്ചേഴ്സ് ആയിരിക്കും. ഇതിന് ഡെവലപ്മെൻറ്റ് അവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന YBF എന്ന് പറഞ്ഞൊരു കോഡ് നെയിമിലാണ്. നിങ്ങൾക്കറിയാം മിക്ക വണ്ടികൾക്കും Y2B അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കോൺസെപ്റ്റ് പേര്, അതായത് കോഡ് നെയിംസ് ഉണ്ടായിരുന്നു സുസുക്കി വണ്ടിയുടെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. സോ ഇത് ജസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജാണ്. വണ്ടിയുടെ പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുള്ളൂ. ഇത് കുറേ കാലമായിട്ട് ഇന്ത്യയിൽ അവർ കൊണ്ടുവന്നിരുന്നൊരു ഐഡിയോളജി ആയിരുന്നു. കാരണം 2019 സുസുക്കി ആസ് സച്ച് സോളിയോടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ റീസൺസൊക്കെ കാരണം അവരതിവിടെ ഇറക്കിയില്ല. ആ സമയത്ത് തന്നെ എം പി വി സെഗ്മെൻറ്റ് അത്രയ്ക്ക് അങ്ങനെ ട്രെൻഡിങ് ആയിട്ടില്ലായിരുന്നു. ഡ്രൈവറാണെങ്കിൽ 2019 ജസ്റ്റ് വന്നിട്ടുള്ളൂ. ആൻഡ് എർട്ടിഗയൊക്കെ അവർ ജസ്റ്റ് പുതിയ ജനറേഷൻ അപ്ഡേറ്റ് ചെയ്ത് 2018-19 ആ ഒരു സമയത്തൊക്കെയാണ്. അതുകൊണ്ടായിരിക്കാം മിക്കവാറും അത്രയും അങ്ങോട്ട് കയറി ഇതാക്കാണ്ടിരുന്നത്. പക്ഷേ ഏതായാലും ഈ വണ്ടിയുടെ ടൈമിംഗ് അങ്ങനെയല്ല. പിന്നെ ബൈ ദ വേ സോളിയോ എന്ന് പറയുന്ന ഒരു 4 സീറ്റർ വണ്ടിയാണ്. തിയററ്റിക്കലി നിങ്ങൾക്ക് വേണമെങ്കിൽ 5 സീറ്ററായിട്ട് ഉപയോഗിക്കാം. പക്ഷേ 4 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ് അവർ ഇതിനകത്ത് പുറത്തൊക്കെ കൊടുക്കുന്നത്. ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ബാക്കിലെ സ്പേസ് ഗംഭീരമാണ്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ബോണറ്റ് ഏരിയ ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സെക്കൻഡ് റോ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്ഥലം നമുക്കിപ്പോൾ കാല് നീട്ടി വയ്ക്കാനാണെങ്കിൽ എല്ലാത്തിനും ഉണ്ടാവും. പിന്നെ നല്ല ബൂട്ട് സ്പേസ് ഉണ്ടാകും. അതുകൊണ്ട് പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യത്തിൽ മാക്സിമം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ ഈ വണ്ടി ഇറക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി പിന്നെ MPV എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 7 സീറ്റർ ആയേക്കാം. അതിനെപ്പറ്റിയൊന്നും കൺഫേം ചെയ്തിട്ടില്ല. കാരണം ഡ്രൈവർ 7 സീറ്ററാണ്. സോ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു 5 സീറ്റർ വണ്ടി കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതത്ര വയബിൾ ആവില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വേഴ്സിറ്റിലിറ്റി ഒക്കെ ഉള്ള ബാക്കിൽ നമുക്ക് 3rd റോ സീറ്റ്സ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇവർക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നല്ലൊരു കോൺസെപ്റ്റ് ആയിരിക്കും. ഇനി എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സോളിയോ ഇൻ്റർനാഷണലി അവരുടെ പുതിയ Z12V സീരീസിലുള്ള എഞ്ചിനായിട്ടാണ് വരുന്നത്. അതായത് നമുക്കിവിടെ സ്വിഫ്റ്റിലും ഡിസയറിലൊക്കെ കിട്ടുന്ന സെയിം എഞ്ചിൻ. അതിൻ്റെ ഒരു ഹൈബ്രിഡൈസ്ഡ് വേർഷൻ 2027 to 28 ഇടയിൽ ഫ്രോങ്സിൽ ഇവിടെ ആദ്യമായിട്ട് ഡെബ്യൂ ചെയ്യും. സോ ആ വണ്ടിയിൽ വരുന്ന ആ ഒരു ഹൈബ്രിഡ് പ്രവർത്തനമായിരിക്കും ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നതെന്നാണ് ഇപ്പോഴത്തെ റൂമേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിപ്പം നിലവിലാകെ റൂമേഴ്സ് മാത്രമേ ഉള്ളൂ. കാരണം ഈ വണ്ടി ഒഫീഷ്യലി ഇവിടെ അവർ കൺഫേം ചെയ്തിട്ടില്ല എഞ്ചിനോ സാധനങ്ങളോ ഒന്നും. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് വരികയാണെങ്കിലും കുഴപ്പമില്ല. കാരണം ഹൈബ്രിഡ് പവർ എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും ഒരു 100-100 HP എടുത്ത് പവർ ഉണ്ടാവുമായിരിക്കും. ആൻഡ് ബാറ്ററി പാക്കും സാധനങ്ങളും സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല എഫിഷ്യൻസിയും കിട്ടും. ഏകദേശം 20-25 km/ലിറ്ററിൻ്റെ അകത്തായിരിക്കും നമുക്ക് എഫിഷ്യൻസി കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് എന്തായാലും അക്കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. വേറെ പവർ ഓപ്ഷൻസ് ഇപ്പോൾ ഫ്രോങ്സിൽ തന്നെ നമുക്ക് 1 ലിറ്റർ ടർബോ ഒക്കെ വരുന്നുണ്ട്. അതൊന്നും എന്തായാലും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു കൂടുതൽ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടി ആയിരിക്കുമല്ലോ. അതായത് നിങ്ങൾക്ക് വാഗണാർ വേണ്ട, അതിൻ്റെ കുറച്ചും കൂടെ ഒരു സൈസ് കൂടിയ പക്ഷേ എന്നാൽ സ്പേസ് കൂടിയ ആൻഡ് എഞ്ചിനൊക്കെ കുറച്ചും കൂടെ ഹൈബ്രിഡ് മൈലേജ് അങ്ങനത്തെ എല്ലാം ഫോക്കസ് ചെയ്ത് വരുന്നൊരു വണ്ടി ആയിരിക്കാം അവരിതിൻ്റെ അകത്ത് വെച്ച് ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതും ടോൾ ബോയ് ഡിസൈനിൽ തന്നെ വരുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ രൂപം കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ആൻഡ് അത്
നമ്മുടെ ഇവിടേക്ക് വരുമ്പോഴേക്കും ലെങ്ത് കുറച്ച് കൂട്ടുമ്പോൾ ഇത്രയും ഒരു ഭയങ്കര പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത പോലത്തെ ഡിസൈനായിട്ട് തോന്നുന്നില്ല. കുറച്ചും കൂടെ അവർ ഡിസൈൻ നമുക്ക് കാണുമ്പം ഒരു നോർമലൈസ് ആക്കുന്ന രീതിയിലാക്കും. ഇനി ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആണെങ്കിലും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ, അതായത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 1 വർഷം 1,00,000 വണ്ടികൾ എന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ 1/3 എക്സ്പോർട്ടിനായിരിക്കും പോകുന്നത്. പിന്നെ അതിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ പതുക്കെ പ്രൊഡക്ഷൻ കൂട്ടും. അത് പിന്നെ സുസുക്കിയുടെ രീതി അങ്ങനെയാണ്. സോ ഇതാണ് നമുക്ക് സുസുക്കിയുടെ പുതിയ സോളിയോ ബേസ്ഡ് MPV പറ്റി പറയാനുള്ളത്. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇനിയും വെറുതെ വലിച്ചു കിട്ടുന്നില്ല. എന്താണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് വണ്ടികളെ പറ്റി പറയാനുള്ളത് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ആണ് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.